വെക്കട ഇതിനു മുകളിൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന സിനിമയുടെ മുകളിൽ നിൽക്കുന്ന സൗണ്ട് ട്രാക്സ് ഇറങ്ങിയിട്ടില്ല. അതായത് ഒരു സിനിമയിലെ ഏറ്റവും മികച്ച സൗണ്ട് ട്രാക്സ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന സിനിമയിലായിരിക്കും ഉള്ളത്. അതിന് മണ്ടയിലോട്ട് വെക്കാൻ ഒന്നുമില്ല. അതിന് മണ്ടയിലോട്ട് വെക്കാൻ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഒരു സിനിമയ്ക്കും സാധിച്ചിട്ടില്ല. പറഞ്ഞു വരുന്നത് ദ വൺ ആൻഡ് ഓൺലി ബാഹുബലി. ബാഹുബലി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ട് ഇന്ന് 10 വർഷം ആവുകയാണ്. ഒരു ഡെക്കേഡ് ആവുകയാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ന് വളരെ യാദൃശികമായിട്ട് ഇതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഇരുന്ന് കേൾക്കുകയുണ്ടായി. പ്ലേലിസ്റ്റ് കേട്ട് പോകുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് MM കീറവാനി എന്ന് പറയുന്ന മനുഷ്യൻ ഏത് ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിലെ സൗണ്ട് ട്രാക്സ് എത്ര ഗംഭീരമായിട്ട് ഔട്ട് ഓഫ് ദ വേൾഡ് ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. ചില സമയങ്ങളിൽ ഹാൻസ് സിമ്മറിൻ്റെയൊക്കെ മ്യൂസിക് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൗണ്ട് ട്രാക്സ് കേൾക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് വൈബ് ഉണ്ട്, ഒരു ഫീലുണ്ട്. ആ ലെവലിലാണ് അദ്ദേഹം ബാഹുബലിക്ക് വേണ്ടി തൻ്റെ സ്കോർസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിരുന്ന് ബാഹുബലിയുടെ എൻ്റെയർ സൗണ്ട് ട്രാക്കിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഇരുന്ന് കേൾക്കുകയാണ്. കേട്ടു പോകുന്ന ഓരോ സെക്കൻഡിലും ഓരോ മൊമെൻറ്റിലും, അതായത് ഒരു പർട്ടിക്കുലർ സൗണ്ട് ട്രാക്ക് കേട്ടു പോകുന്ന ഓരോ സെക്കൻഡിലും ആ സീൻ നമ്മുടെ മുന്നിൽ വരും. നമുക്ക് ആ ഒരു സിനിമ കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കേട്ടു പോകുന്ന മൊമെൻറ്റിൽ ആ ഒരു സൗണ്ട് ട്രാക്ക് വെച്ച് എക്സാക്ട്ലി ആ ഒരു സീൻ നമ്മുടെ മുന്നിൽ വരും. എന്താണ് ആ സീനിൽ നടക്കുന്നതെന്ന് ആ ഒരു സൗണ്ട് ട്രാക്ക് വെച്ച് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ, ബാഹുബലി സെക്കൻഡ് പാർട്ടിൻ്റെ ക്ലൈമാക്സിൽ നമ്മുടെ ദേവസേനയും അതുപോലെ തന്നെ ബാഹുബലിയും കൂടെ മഹിഷ്മതിയിലേക്ക് ആ ഒരു വാർ ഫീൽഡിൽ കൂടെ നടന്നു വരുന്നൊരു സീക്വൻസ് ഉണ്ട്. ഈ സമയത്ത് ബല്ലാൽ ദേവൻ ആ ഒരു സ്കോപ്പിനകത്തൂടെ ഇരുന്ന് ഇവരെ രണ്ടുപേരെ നോക്കും. അപ്പം റേസായി വരുന്നൊരു സീക്വൻസ് ഉണ്ടല്ലോ. ഈ സീക്വൻസ് അല്ലെങ്കിൽ ആ ഒരു സീന് MM കീറവാനിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ച് കേൾക്കുമ്പോഴത്തേന് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അതായത് നമ്മുടെ മൈൻഡിൽ കൂടെ ഓരോ ഷോട്ട് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഞാനിന്ന് കേൾക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം എൻ്റെ മൈൻഡിലേക്ക് വന്നു. സെക്കൻഡ് പാർട്ട് ആയിക്കോട്ടെ, ഫസ്റ്റ് പാർട്ട് ആയിക്കോട്ടെ, ആ ഒരു സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട്, അതായത് ആ ഒരു സിനിമയുടെ ഓരോ സീക്വൻസിൻ്റെയും സോൾ ക്യാപ്ചർ ചെയ്തിട്ട് MM കീറവാണി തൻ്റെ സ്കോർസ് ഉണ്ടാക്കി വെച്ചപ്പോഴത്തേന് നമുക്ക് കിട്ടിയത് ഇന്ത്യൻ സിനിമയുടെ ഹിസ്റ്ററിയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നല്ല, ഫോർ മീ ഇറ്റ് ഈസ് ദ ബെസ്റ്റ്. ഇതുവരെ ഇറങ്ങിയിരിക്കുന്നതിൽ ബെസ്റ്റ് സൗണ്ട് ട്രാക്ക് അതാണ് കിട്ടിയത്. നമ്മൾ SS രാജമൗലി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട മൊമെൻറ്റിൽ എടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് MM കീറവാണി. ഇന്നും പല ആൾക്കാർക്കും ബാഹുബലി എന്ന് പറയുന്ന സിനിമയുടെ മ്യൂസിക് കമ്പോസ് ചെയ്ത ഈ ഒരു വലിയ മനുഷ്യനെ പറ്റി അറിയത്തില്ല. ഇദ്ദേഹം അത്ര ചില്ലറക്കാരനൊന്നും അല്ല എന്ന് RRR എന്ന് പറയുന്ന മൂവിയുടെ ഒരു സോങ് കേട്ടപ്പോൾ പല ആൾക്കാർക്കും മനസ്സിലായി. കാരണം അദ്ദേഹം അതിന് നേടിയെടുത്ത അംഗീകാരവും അല്ലെങ്കിൽ അവാർഡെന്നും പറയുന്നത് അത്ര ചെറുതൊന്നും അല്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ബാഹുബലി എന്ന് പറയുന്ന സിനിമയുടെ സൗണ്ട് ട്രാക്സിൻ്റെ ഒരു അപ്രീസിയേഷൻ പോസ്റ്റ് എന്തായാലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പല ആൾക്കാർക്ക് ഈ ഒരു സംഭവം അറിയായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. അതായത് MM കീറവാണി ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു ബാഹുബലിയുടെ സൗണ്ട് ട്രാക്കിനെ തൂക്കിയടിക്കാൻ പാകത്തിന് ഒരു സൗണ്ട് ട്രാക്കുള്ള സിനിമ ഇന്ത്യൻ സിനിമയിലുണ്ടോ? 1-2 സൗണ്ട് ട്രാക്സ് എടുത്ത് കാണിച്ചാൽ പോരാ. ഞാൻ വേണമെങ്കിൽ ഇതിനകത്തുള്ള ഒരു 10-20 എണ്ണം എടുത്ത് കാണിക്കാം. അതിൻ്റെ ടോപ്പിലോട്ട് വെക്കാൻ പറ്റത്തക്ക രീതിക്കുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കട ഇതിന് മുകളിൽ.